ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചീഫ് സെക്രട്ടറിമാരുടെ മൂന്നാമത് സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ അയോധ്യയിൽ തുടക്കം കുറിക്കും. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ നേരിയ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 797 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. അസമിലെ ഉൾഫ നേതാക്കളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ഇന്ന് ത്രികക്ഷി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കും. വാർത്തകൾ വിശദമായി. ചീഫ് സെക്രട്ടറിമാരുടെ ത്രിദിന ദേശീയ സമ്മേളനം ഇന്ന് സമാപിക്കും. ബുധനാഴ്ച ന്യൂഡൽഹിയിൽ ആരംഭിച്ച സമ്മേളനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇന്നലെയും ഇന്നും അധ്യക്ഷത വഹിക്കുന്നത്. ഈസ് ഓഫ് ലിവിംഗ് എന്ന പ്രമേയത്തിലൂന്നിയാണ് സമ്മേളനം. ജീവിതം സുഗമമാക്കുക, സംസ്ഥാനങ്ങളുമായി സഹകരിച്ച് പൊതുവികസന അജണ്ട നടപ്പിലാക്കുക എന്നിവയാണ് ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ. ഭൂമിയും സ്വത്തും, വൈദ്യുതി, കുടിവെള്ളം, ആരോഗ്യം, സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടക്കും. ക്ഷേമ പദ്ധതികൾ വേഗത്തിൽ ഗുണഭോക്താക്കളിൽ എത്തിക്കുക, സേവന വിതരണത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക എന്നിവയ്ക്ക് ദേശീയ സമ്മേളനം ഊന്നൽ നൽകുന്നു. സൈബർ സുരക്ഷ, ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി ഉയർത്തുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളിലും പ്രത്യേക സെഷനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ, ചീഫ് സെക്രട്ടറിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 200-ലധികം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉത്തർപ്രദേശിലെ അയോധ്യ സന്ദർശിച്ച് 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നവീകരിച്ച അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെയും പുതുതായി നിർമ്മിച്ച അയോധ്യ വിമാനത്താവളത്തിന്റെയും ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. അയോധ്യ ധാം ജംഗ്ഷൻ എന്നാണ് റെയിൽവേ സ്റ്റേഷൻ പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. അമൃത് ഭാരത് ട്രെയിനുകളുടെയും വന്ദേ ഭാരത് ട്രെയിനുകളുടെയും ഫ്ളാഗ് ഓഫും ശ്രീ മോദി നാളെ നിർവഹിക്കും. നിരവധി റെയിൽവേ പദ്ധതികളും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഇടതുമുന്നണിയിലെ ധാരണപ്രകാരമാണ് കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ചടങ്ങിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. 1000 പേർക്കിരിക്കാവുന്ന പന്തലാണ് രാജ്ഭവനിൽ ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ചേർന്ന ഇടതുമുന്നണി യോഗമാണ് മന്ത്രിസഭാ പുനഃസംഘടന സംബന്ധിച്ച് തീരുമാനമെടുത്തത്. മുൻ നിശ്ചയിച്ച പ്രകാരം മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും നേരത്തെ രാജിവെച്ചിരുന്നു. കടന്നപ്പള്ളി രാമചന്ദ്രനും കെ.ബി. ഗണേഷ് കുമാറിനും 3ാം തവണയാണ് മന്ത്രിസ്ഥാനം ലഭിക്കുന്നത്. ഇരുവരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും. രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ നേരിയ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 797 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. കേരളത്തിൽ 379 പുതിയ കേസുകളാണ് ഇക്കാലയളവിൽ റിപ്പോർട്ട് ചെയ്തത്. കർണാടകയിൽ 158 പേർക്കും മഹാരാഷ്ട്രയിൽ 117 പേർക്കും ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ 7 മാസത്തിനിടെ ആദ്യമായാണ് പ്രതിദിന കോവിഡ് കേസുകളുടെ എണ്ണം 100 കടക്കുന്നത്. രാജ്യത്തെ സജീവ കോവിഡ് കേസുകളുടെ എണ്ണം 4144 ഇതിൽ 2522 കേസുകൾ കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് 654 പേർ ഇന്നലെ രോഗമുക്തരായതായും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അസമിലെ ഉൾഫ നേതാക്കളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഭാഗമാകുന്ന ത്രികക്ഷി സമാധാന ഉടമ്പടി ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിലാണ് ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശാശ്വത സമാധാനം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമാണ് നടപടി. അസമിലെ തദ്ദേശവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വ്യവസ്ഥകളും സമാധാന ഉടമ്പടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൾഫയുടെ ഉന്നത നേതൃത്വവും സർക്കാർ പ്രതിനിധികളും ഈ വിഷയങ്ങളിൽ തുടർച്ചയായി ചർച്ചകൾ നടത്തിവരികയായിരുന്നു. എന്നാൽ ഉൾഫയുടെ പരേഷ് ബറുവ വിഭാഗത്തെ ഇതുവരെ സമാധാന പ്രക്രിയയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല.
ഭൌമ ഇന്റലിജൻസ് വിവരശേഖരണത്തിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ 50 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISRO പദ്ധതിയിടുന്നതായി ചെയർമാൻ എസ് സോമനാഥ്. IIT ബോംബെ സംഘടിപ്പിക്കുന്ന വാർഷിക ശാസ്ത്ര സാങ്കേതിക പരിപാടിയായ ടെക് ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേനാ നീക്കങ്ങൾ ഉൾപ്പെടെ നിരീക്ഷിക്കാൻ ശേഷിയുള്ള ഉപഗ്രഹങ്ങൾ ഇന്ത്യയെ ശക്തമായ രാഷ്ട്രമാക്കി മാറ്റുമെന്നും ISRO ചെയർമാൻ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം ജില്ലയിലെ പര്യടനം തുടരുന്നു. ഇന്ന് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്തിലെ പാങ്ങോട്, കല്ലറ ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം. എറണാകുളം ജില്ലയിൽ ഇന്ന് എടക്കാട് വയൽ, മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. മലപ്പുറത്ത് പൊന്മള, ഒതുക്കുങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിലാണ് പരിപാടി. കോഴിക്കോട് മേലടി ബ്ലോക്കിലെ പര്യടനം പൂർത്തിയാക്കിയ സങ്കല്പ് യാത്ര ഇന്ന് വടകര ബ്ലോക്കിലേക്ക് പ്രവേശിക്കും. അഴിയൂർ, ചോറോട് ഗ്രാമപഞ്ചായത്തുകളിൽ യാത്രയുടെ പൊതുസമ്മേളനം നടക്കും. ജില്ലയിൽ 48 ഗ്രാമപഞ്ചായത്തുകളിലൂടെ ഇതിനകം വികസിത് ഭാരത് സങ്കല്പ് യാത്ര കടന്നുപോയി. ജനുവരി 10 വരെയാണ് ഗ്രാമപഞ്ചായത്തുകളിലെ പര്യടനം നടക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഇന്ന് കൊട്ടിയൂരിൽ ക്ഷേത്ര മൈതാനത്തും കേളകത്ത് ബസ് സ്റ്റാൻഡ് പരിസരത്തുമാണ് സ്വീകരണ പരിപാടികൾ. നഗരസഭകളിലെ പര്യടനം ഇരിട്ടി, ചാവശ്ശേരി ടൌണിലും മട്ടന്നൂർ ബസ് സ്റ്റാൻഡിന് സമീപവും നടക്കും. യാത്ര ആലപ്പുഴ ജില്ലയിൽ ഇന്ന് കണ്ടല്ലൂർ, കൃഷ്ണപുരം പഞ്ചായത്തുകളിൽ എത്തും. രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന, ഗുവാഹട്ടി, അലഹബാദ്, ഝാർഖണ്ഡ് ഹൈക്കോടതികളിലെ പുതിയ ചീഫ് ജസ്റ്റിസുമാരുടെ പേരുകൾ സംബന്ധിച്ച ശുപാർശ സുപ്രീംകോടതി കൊളീജിയം കേന്ദ്ര സർക്കാരിന് കൈമാറി. ജസ്റ്റിസുമാരായ മനീന്ദ്ര മോഹൻ ശ്രീവാസ്തവ, ഷീൽ നാഗു, വിജയ് ബിഷ്ണോയ്, അരുൺ ബൻസാലി, BR സാരംഗി എന്നിവരുടെ പേരുകളാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ കൊളീജിയം ശുപാർശ ചെയ്തത്. ന്യൂഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. ഇതേ തുടർന്ന് അന്താദ് വിഹാർ സ്റ്റേഷനിൽ നിന്നുള്ള നിരവധി ട്രെയിനുകൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്തു. എന്നാൽ ഡൽഹി വിമാനത്താവള മേഖലയിൽ മൂടൽമഞ്ഞ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അടുത്ത 2 ദിവസം കൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മൂടൽമഞ്ഞ് തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതേസമയം ഡൽഹിയിലെ വായു ഗുണനിലവാരം വളരെ മോശം വിഭാഗത്തിൽ തുടരുകയാണ്. അന്തരിച്ച DMDK നേതാവും ചലച്ചിത്ര നടനുമായ വിജയകാന്തിന്റെ ഭൌതികദേഹം ഇന്ന് വൈകിട്ട് 4:45-ന് ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർണ്ണ സംസ്ഥാന ബഹുമതികളോടെ സംസ്കരിക്കും. ന്യൂമോണിയ മൂലം സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. ചെന്നൈയിലെ DMDK ആസ്ഥാനത്ത് നടക്കുന്ന പൊതുദർശനത്തിൽ രജനീകാന്ത്, വിജയ് ഉൾപ്പെടെയുള്ള നടന്മാരും ആരാധകരും പാർട്ടി പ്രവർത്തകരുമടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ലോക വനിതാ റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപിയെ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ അഭിനന്ദിച്ചു. ചെസ് ബോർഡിന്റെ രാജ്ഞി എന്നാണ് അദ്ദേഹം താരത്തെ വിശേഷിപ്പിച്ചത്. മത്സരത്തിൽ ഉടനീളം കൊനേരു ഹംപി നടത്തിയ തന്ത്രപരമായ നീക്കങ്ങളെ പ്രശംസിച്ച കേന്ദ്രമന്ത്രി ഈ നേട്ടം രാജ്യത്തിന് മുഴുവൻ പ്രചോദനം നൽകുന്നതാണെന്നും അഭിപ്രായപ്പെട്ടു. ലോക റാപ്പിഡ് ആന്റ് ബ്ലിറ്റ്സ് ചാമ്പ്യൻഷിപ്പ് 2023ന്റെ ഭാഗമായി നടന്ന വനിതാ റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിൽ റഷ്യൻ താരം അനസ്താസിയ ബോട്ട്നറുക്കാണ് സ്വർണ്ണം നേടിയത്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. ഭുവനേശ്വറിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഒഡീഷ FC ജംഷഡ്പൂർ FCയെ നേരിടും. രണ്ടാം മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവയെ നേരിടും. യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പായ ഹൂതികൾ വിക്ഷേപിച്ച ഒരു ഡ്രോണും ഒരു കപ്പൽ വേധ ബാലിസ്റ്റിക് മിസൈലും തെക്കൻ ചെങ്കടലിൽ വെടിവച്ചിട്ടതായി അമേരിക്ക. ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതി ആക്രമണം മേഖലയിലെ വ്യാപാരത്തെ തുടർച്ചയായി തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയുടെ നടപടി. സംഭവത്തിൽ നാശനഷ്ടങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഹൂതികൾക്ക് മേൽ അമേരിക്ക സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തി. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ ആക്രമണം തടയുന്നതിനായി ബഹുരാഷ്ട്ര കർമ്മസേനയ്ക്കും അമേരിക്ക രൂപം നൽകിയിരുന്നു. 9 ഓഫ്ഷോർ വെർച്വൽ ഡിജിറ്റൽ അസറ്റ് സേവനദാതാക്കൾക്ക് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം പാലിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. നിയമവ്യവസ്ഥകൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന പ്രസ്തുത സ്ഥാപനങ്ങളുടെ URLകൾ ബ്ലോക്ക് ചെയ്യുന്നതിനായി FIU ഇന്ത്യ ഡയറക്ടർ IT മന്ത്രാലയം സെക്രട്ടറിക്ക് കത്തയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചീഫ് സെക്രട്ടറിമാരുടെ 3ാമത് സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് സമാപനം. 15,700 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നാളെ അയോധ്യയിൽ തുടക്കം കുറിക്കും. കേരളത്തിൽ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര സംസ്ഥാനത്ത് വിജയകരമായി പര്യടനം തുടരുന്നു.
രാജ്യത്തെ കോവിഡ് കേസുകളിൽ നേരിയ വർധന. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 797 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. അസമിലെ ഉൾഫ നേതാക്കളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തമ്മിൽ ഇന്ന് ത്രികക്ഷി സമാധാന ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.